ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആത്മോപദേശ ശതകത്തിൻ്റെ 82-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ പണ്ട് യജ്ഞം നടത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന അരണി, അതിനെക്കുറിച്ച് ഗുരു ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഗുരു പറയുന്നത്, അരണി കടഞ്ഞെഴും അഗ്നി പോലെ ആരായും അവരിൽ ഇരുന്ന് അതിരറ്റെഴും വിവേകം പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയും അതിന് ഇരയായിടുന്നു സർവം. അപ്പോൾ അരണി കടഞ്ഞെഴും അഗ്നി പോലെ, അരണി രണ്ട് അരണികൾ കടയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അഗ്നി പോലെ ആരായ്വരിൽ, അന്വേഷിക്കുന്നവരിൽ ഇരുന്ന് അതിരറ്റെഴും വിവേകം, അവരിലിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ആ വിവേകം വെളിയിലേക്ക് വരികയാണ്. പരമ ചിദംബരമാർന്ന ആ പരമമായിട്ടുള്ള ചിദാകാശത്തിൽ, ചിദാകാശത്തിൽ പ്രകാശിക്കുന്ന ഭാനുവായി നിന്നെരിയും, അവിടെ സൂര്യനായിട്ട് നിന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അതിന് ഇരയായിടുന്നു സർവവും. ആ തീയുടെ, ആ ജ്വാലയുടെ തീഷ്ണതയിൽ എല്ലാം വെന്തടങ്ങുന്നു എന്നാണ്. അപ്പോൾ എന്താണ് ഇവിടെ വെന്തടങ്ങുന്നത്, എരിഞ്ഞു പോകുന്നത്? അത് നമ്മുടെ അജ്ഞാനമാണ്, ഈ മായയാണ്. അതുകൊണ്ട് അരണി കടഞ്ഞ് ആണ് പണ്ട് യാഗം നടത്താനായിട്ട്, യജ്ഞം നടത്തുവാനായിട്ട് അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നത്. രണ്ട് മരക്കഷ്ണങ്ങൾ തമ്മിൽ അതിനെ പ്രത്യേക രീതിയിൽ കടയുമ്പോൾ അതിൽ നിന്ന് ആണ് അഗ്നിസ്ഫുലിംഗമുണ്ടാകുന്നത്. അപ്പോൾ അതിങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ അവർ പഞ്ഞി വച്ചിരിക്കും. ആ പഞ്ഞിയിലേക്ക് തീ പടരുകയാണ്. അതിൽ നിന്ന് പിന്നീട് വലിയ അഗ്നി ജ്വാലകളായിട്ട് യജ്ഞത്തിന് വേണ്ടുന്ന ആ അഗ്നി അവിടെ ലഭിക്കുകയാണ്. അപ്പോൾ രണ്ട് മരക്കഷ്ണങ്ങൾ തമ്മിൽ പ്രത്യേകമായിട്ടുള്ള ഒരു മർദ്ദത്തിൽ അതിന് വളരെയധികം പ്രഷർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നാണ് അഗ്നി ഉണ്ടാകുന്നത്. അതേപോലെ ഇവിടെ ആരായുവരിൽ, ആരാണോ ഇത് അന്വേഷിക്കുന്നത്, അന്വേഷകൻ, അവൻ ജിജ്ഞാസുവാണ്, മുമുക്ഷുവാണ്. കാരണം അവന് വേണ്ടുന്നത് ഈ ദുഃഖത്തിൽ നിന്ന്, ഈ സംസാര ദുഃഖത്തിൽ നിന്ന് എങ്ങനെയാണ് ശാശ്വതമായിട്ടുള്ള സുഖത്തിലേക്ക്, ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക് എത്തുക, അതിനൊരു പരിഹാരം വേണം. അപ്പം അതിനു വേണ്ടി അവൻ്റെ നിരന്തരമായിട്ടുള്ള മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് അവൻ്റെ ആ സമ്മർദ്ദത്തിൽ നിന്നാണ്, തീക്ഷ്ണമായിട്ടുള്ള ആ ഒരു ഇച്ഛയിൽ നിന്നാണ് അവന് ഈ അഗ്നി ഉണ്ടാകുന്നത്, ജ്ഞാനാഗ്നി. ആ ജ്ഞാനാഗ്നി ഇങ്ങനെ പ്രകാശിക്കും. അങ്ങനെ പ്രകാശിക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഇതെല്ലാം എരിഞ്ഞ് വെന്തെരിഞ്ഞു പോകുന്നത്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഗുരു ഈ യജ്ഞത്തിന് അഗ്നി ഉണ്ടാക്കുന്ന അരണിയെ ജ്ഞാനമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി അവൻ്റെ ആന്തരികമായിട്ട് നടക്കുന്ന ആ സമ്മർദ്ദത്തെ, അതും ഒരു സമ്മർദ്ദമാണ്. മരങ്ങൾ തമ്മിൽ കൂട്ടി ഉരസുമ്പോഴും ഉണ്ടാകുന്നൊരു സമ്മർദ്ദമാണ് ആ മർദ്ദം. അതിൽ നിന്നാണ് വേറൊന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെയും അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുന്നു? ഇവന് ഈ അന്വേഷിക്കുന്നവൻ വെറുതെ അന്വേഷിക്കുകയല്ല, അവന് അത്രമാത്രം സമ്മർദ്ദം അവൻ്റെ ഉള്ളിലുണ്ട്. ഗുരുവായാലും പഠനത്തിന് ശേഷം, പ്രത്യേകിച്ച് ഉപരിപഠനത്തിന് ശേഷം ഗുരു മരുത്വാമലയിലെ പിള്ളത്തടത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. ഈ തപസ്സിലും സംഭവിക്കുന്നത് തന്നെയാണ്. ഈ അഗ്നിയെ എങ്ങനെയാണ് ജ്വലിപ്പിക്കുക? ഉപനിഷത്ത് പറയുന്നു, അതിങ്ങനെയാണ്, നിൻ്റെ സ്വരൂപം ഇതാണ്, നീ
ദുഃഖിയല്ല, നീ സുഖിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അത് സാധാരണ ആളുകൾക്കത് മനസ്സിലാകാതെ വരുന്നത്? അഗ്നി ഇവിടെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കടഞ്ഞെടുക്കുമ്പോൾ മാത്രം അഗ്നി വരുന്നത്? അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ, നമുക്ക് നമ്മളുടെ മൊബൈൽ ഉദാഹരണമായിട്ട് എടുക്കാം. അത് എവിടെയും അതിൻ്റെ വേവ്സ് ഉണ്ട്. പക്ഷേ ആ മൊബൈൽ പ്രത്യേക രീതിയിൽ ടോൺ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് പിടിച്ചെടുത്ത് നമുക്ക് സംസാരിക്കുവാനോ കാണുവാനോ സാധിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ജ്ഞാനം ഉണ്ടാകണമെങ്കിലും തീർച്ചയായിട്ടും ആ ട്യൂണിംഗ് ഉണ്ടാകണം. ആ ട്യൂണിംഗ് ഇല്ലാത്തിടത്തോളം കാലം നമുക്കത് സംഭവിക്കില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് ശാന്തിയും സമാധാനവും സുഖവും ഒരിക്കലും ലഭ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ആ ഭാനുവായി, പരമചിദംബരത്തിൽ ഉള്ള ഭാനുവായി നിന്ന് എരിയും ഇതിന് ഇരയായിരുന്നു സർവ്വം. അപ്പോൾ ഏതൊക്കെയാണോ ഇതുള്ളത്, ആ പരമമായിട്ടുള്ള ആ ആത്മസൂര്യൻ്റെ ആ തേജസ്സിൽ മറ്റെല്ലാം എരിഞ്ഞ് ചാമ്പലാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സത്യസന്ധമായി നമ്മൾക്ക് ശാശ്വതമായ സുഖമാണ് ആവശ്യമെങ്കിൽ ഇതുപോലെ നമ്മൾ മനസ്സിനെ നന്നായിട്ട് കടയണം. കടഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്നാണ് ഈ ജ്ഞാനം ഉണ്ടാകുന്നത്. പിന്നെ അവനൊരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല. അതിന് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.